അഖിൽമാരാരെ കുറിച്ച് ധാരാളം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയത്തിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ മൈൻഡ് പോലും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് ഞാനും കൊട്ടാരക്കരക്കാരാണ് കേട്ടിട്ടുണ്ട്. അതെന്താണ് കാര്യം അന്നത്തെ അഖിലല്ല ഇപ്പോഴുള്ളത്. അഖിൽ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയ അഖിലല്ല. ഞങ്ങൾ അറിയപ്പെടുന്ന അഖിൽ എന്ന് പറഞ്ഞാൽ അഖിൽ കോട്ടാത്തലാണ്. ഇപ്പോൾ അഖിൽ മാരാർ എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നമ്മൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. ഒരേ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ച ആളുകളാണ്. ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് ആഹാരം കഴിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ ഞങ്ങൾ ഒരു റൂമിൽ കിടന്നു ഒരുമിച്ച് അടിയും കൊണ്ടിട്ടുണ്ട്. പല അടികളും ഞാൻ അവനെ രക്ഷിച്ചിട്ടുണ്ട്. ഇവൻ പലയിടത്തും പോയി വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്നെ വിളിക്കും. അന്ന് എനിക്ക് അന്ന് മുതൽ നമുക്ക് ചെറിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അന്ന് ചാനലായിട്ടില്ല. പക്ഷേ ഷിജു പടിഞ്ഞാറ്റിക്കര എന്ന പേരിൽ എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ നല്ല രീതിയിൽ ലൈവുകളൊക്കെ ചെയ്തായിരുന്നു. ഇവന് വേണ്ടി പല ലൈവുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ബിഗ് ബോസ് പോയി വന്നതിന് ശേഷം പുള്ളിക്കാരൻ ആകപ്പാട് അങ്ങ് മാറി. യഥാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന പറഞ്ഞാൽ പുള്ളി ഞങ്ങൾ അളിയാന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളി അളിയാന്ന് വിളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, പാടാണ്. ഈ എനിക്കൊന്ന് ബിഗ് ബോസ് കയറിയ ശേഷം നിങ്ങളൊരു 7-8 ലൈവ് അഖിലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? തീർച്ചയായും. ഇറങ്ങിയ ശേഷം അങ്ങനെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഇറങ്ങിയ ശേഷം എനിക്ക് പിന്നെ ഒരുപാട് മാനസികമായിട്ട് വിഷയമുണ്ടാകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. 2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങളുടെ മാനസിക വിഷമങ്ങൾ പറയൂ, എന്നിട്ട് ഞാൻ പറയാം. ആ കാര്യം 2 കാര്യങ്ങളുണ്ട് ചോദിക്കാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞത് പിന്നെ ഈ കൊട്ടാരക്കരയിൽ അദ്ദേഹം ബിഗ് ബോസിൽ ഇങ്ങനെ കയറി വന്ന സമയത്ത് പുള്ളി ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് പോലും നാട്ടിൽ നിന്ന് പുള്ളിക്ക് സപ്പോർട്ടില്ലായിരുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് സപ്പോർട്ടില്ലായിരുന്നു. കാര്യം ഒരു ഫ്ലെക്സ് ബോർഡ് വയ്ക്കുകയോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ട് വിഷമം തോന്നി. ഞാൻ എൻ്റെ ടൗണിലെ ഒരു സുഹൃത്തായ വ്യാപാരി വിളിച്ചു പറഞ്ഞു, നമ്മളെ നാട്ടിൽ നിന്ന് ബിഗ് ബോസിൽ ഇപ്പോൾ ഏകദേശം വിന്നറാകാൻ പോകുന്ന തലത്തിലേക്ക് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളായിട്ട് നിൽക്കുന്ന നമ്മളെ നാട്ടുകാരനായ അഖിൽ മാരാറിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് നമ്മളെ നാട്ടിലെങ്ങുമില്ല, കമ്പളത്തിലെങ്ങുമില്ല. നിങ്ങളൊരു ഫ്ലെക്സ് ബോർഡ് വെക്കണം. നിങ്ങളുടെ കടയുടെ പേരിൽ നിങ്ങളൊരു വലിയൊരു ഫ്ലെക്സ് ബോർഡ് വയ്ക്കൂ. നിങ്ങൾക്കും അതിൻ്റെ ഒരു പബ്ലിസിറ്റി കിട്ടും, അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ഗുണമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഓക്കെ ഷിജു പറഞ്ഞതില്ലേ, എന്തായാലും നമുക്കൊരു ഫ്ലെക്സ് ബോർഡ് വെക്കണമെന്നുണ്ട്. കടയുടെ പേര് ഞാൻ പറഞ്ഞില്ല. ആ കടക്കാരൻ ഭയങ്കര കൂറ്റൻ 2 ഫ്ലെക്സ് ബോർഡ്, ഒന്ന് ഇവിടെയും ഒന്ന് MGM സ്കൂളിൻ്റെ അവിടെയും 2 ഫ്ലെക്സ് ബോർഡ് വെച്ചു. ആ ഫ്ലെക്സ് ബോർഡ് വെച്ചതിന് ശേഷം ഇത് കണ്ടുകൊണ്ട് മറ്റു കടക്കാർക്ക് ഇത് തോന്നി. പിന്നെ ഓരോരുത്തരും അഖിലിൻ്റെ ഫ്ലെക്സ് ബോർഡ് നാട്ടിൽ വെക്കാൻ തുടങ്ങി. എനിക്കൊന്ന് 80 ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നത്. അതെ, ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ട്. ഞാൻ പിന്നെ ഇവൻ്റെ നാട്ടിൽ പോയിട്ട് കുറേ റിവ്യൂ ഒക്കെ എൻ്റെ ചാനലിലേക്ക് വേണ്ടി ചെയ്തു. അഖിൽ മാരാറിനെ കുറിച്ചുള്ള അഭിപ്രായം, പ്രത്യേകിച്ച് ചേച്ചിമാരൊക്കെ അഭിപ്രായം. അങ്ങനെ എൻ്റെ ചാനലിൽ അത് ഇട്ടതിന് ശേഷം അത് നല്ല ഓടി. അതിനുശേഷം ഒരുപാട് ചാനലുകാർ വന്ന് ഞാൻ ഒരു തുടക്കം ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ഈ കോട്ടാത്തലയിലേക്ക് മറ്റ് യൂട്യൂബ് ചാനലൊക്കെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തു. നാട്ടുകാരുടെ അഭിപ്രായം എടുത്ത് വീഡിയോകളൊക്കെ ആൾക്കാർ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ആ സമയത്ത് അഖിൽ മാരാർക്ക് ഒരുപാട് സപ്പോർട്ട്. അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഹരി പത്തനാപുരത്തെ ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു ചെയ്തിട്ട് ഈ പിന്നെ ബിഗ് ബോസിൽ ആര് ജയിക്കും ഒരു പ്രവചനം നടത്താൻ പറഞ്ഞു. ഹരി പത്തനാപുരം സത്യസന്ധമായിട്ട് തന്നെ പ്രവചനം നടത്തി പറഞ്ഞത് അഖിൽ മാരാറിന് സാധ്യത ഉണ്ടെന്ന രീതിയിൽ പറഞ്ഞു. അതൊക്കെ നല്ല രീതിയിൽ അത് വോട്ടിംഗ് സമയത്താണ് അതൊക്കെ ഒരുപാട് പിന്നെ അദ്ദേഹത്തിന് പ്രയോജനം ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ബിഗ് ബോസ് വിന്നറായി അദ്ദേഹം നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അഖിലേ, നിൻ്റെ ഫ്ലെക്സ് ആദ്യമായിട്ട് കൊട്ടാരക്കരയിൽ വെക്കുന്ന ഒരാൾ ഇന്ന കടക്കാരനാണ്. ജസ്റ്റ് നീ വരുന്ന സമയത്ത് ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കടയിൽ ഒന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. ഇത്ര മാത്രമേ ഇറങ്ങി വന്നതിന് ശേഷം. അപ്പോൾ അന്ന് ഇദ്ദേഹം വിന്നറായിട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹത്തെ പിന്നെ അടൂർ മുതൽ ഇങ്ങനെ സ്വീകരിച്ച് കൊണ്ടുവരുവാണ്. നാട്ടുകാരും പിന്നെ തന്നെ കുറേ കൂട്ടുകാരൊക്കെ ചേർന്ന് വലിയ രീതിയിൽ നമ്മളെ റേഞ്ച് റോവറിനകത്ത് നമ്മളെ പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റേ ജോജോ ജോർജിൻ്റെ റേഞ്ച് റോവറിനകത്ത് അദ്ദേഹം ഇങ്ങനെ വരികയാണ്. അപ്പം ഞാനൊരു ഓപ്പൺ ജീപ്പ് എടുത്ത് ഇതിന് പിന്നാലെ പോയി. അടൂർ മുതൽ ഫോളോ ചെയ്ത് ലൈവൊക്കെ ഇട്ട് ഇദ്ദേഹം അടൂർ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഏനാത്ത് പാലത്തിൻ്റെ അവിടുത്തെ ലൈവ് ഇട്ടു. ഇങ്ങനെ അഖിൽ മാരാർ ഏതാണ്ട് വരുന്നുണ്ട്. അപ്പം അഖിൽ മാരാനെ കാണാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെ MC റോഡിൽ ഇറങ്ങി അദ്ദേഹത്തെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ലൈവൊക്കെ അങ്ങ് വൈറലായി. ഈ ലൈവൊക്കെ കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ വീടുകളിൽ നിന്നൊക്കെ ഈ കമ്പോളത്തിലേക്ക് റോഡ് സൈഡിലേക്ക് ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. ഫസ്റ്റ് ലൈവ് അടിച്ചതാണ്. അതിനുശേഷം ഞാൻ അഖിൽ മാരാറിനെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഫിറോസിൻ്റെ ഓപ്പൺ ജീപ്പിനകത്ത് ഞാൻ ലൈവ് ഇട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അന്നേരം ഞാൻ അടൂർ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തു. എൻ്റെ വണ്ടി നിർത്തിയിട്ട് ഞാൻ മീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു സുഹൃത്ത് അവിടെ
ഫ്ലെക്സൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അഖിലവിടെ ഇറങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ഓപ്പൺ സ്റ്റേജൊക്കെ അദ്ദേഹം പണിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു മൈക്ക് സെറ്റപ്പൊക്കെ ഉണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമോ എന്ന് ഷെക്കൻഡ് കൊടുക്കുക ചെയ്യണം. അത് അദ്ദേഹത്തെ കേട്ടോ കേട്ടില്ലയോ, അദ്ദേഹം അന്ന് തിരക്കാണ്, ഭയങ്കര ബഹളമാണ്. അപ്പം പുള്ളി കേട്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ പറയപ്പെട്ട സ്ഥലത്തെത്തി, ഈ കടയുടെ മുമ്പിലെത്തിയിട്ട് അപ്പം ഞാൻ മൈക്ക് വാങ്ങിച്ചിട്ട് വണ്ടിക്കകത്തുകൊണ്ട് അനൗൺസ് ചെയ്തു, ഇതേപോലെ അഖിൽ മാരാറിൻ്റെ ഒരു ഫ്ലെക്സ് ആദ്യമായിട്ട് വെക്കുന്ന ഈ ഒരു കടയുടമയാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ മൈക്കിൽ കൂടെ പറഞ്ഞത്, തൊട്ട് മുമ്പിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം മൈക്കിൽ കൂടെ പറയുമ്പോൾ എന്തായാലും കേൾക്കുമല്ലോ. അദ്ദേഹം ഇറങ്ങിയില്ല. എന്നിട്ട് അവസാനം ഞാൻ റിക്വസ്റ്റ് ചെയ്തു, ഈ മൈക്ക് വാങ്ങിച്ച് വണ്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി 2 വാക്ക് പറയണമെന്ന് പറഞ്ഞു. കടയുടമ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു. അത് അദ്ദേഹം ചെയ്തില്ല. എന്താ പറഞ്ഞു അന്നേരം? പുള്ളി അത് അവോയ്ഡ് ചെയ്തു. പക്ഷേ ഈ കടക്കാരനത് ഭയങ്കര വിഷമമായി പോയി. അത് മാത്രമല്ല, ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്തതിന് മുമ്പായിട്ട് ഈ അഖിൽ മാരാറിൻ്റെ ഏറ്റവും 2 സുഹൃത്തുക്കൾ പുത്തൂരുള്ള ഒരു ദമ്പതിമാരുണ്ട്. അവരുടെ അടുത്ത് ഈ കടയുടമ നേരത്തെ പറഞ്ഞതുപോലെ അഖിൽ മാരാർ ഇവിടെ നിന്ന് ഇറക്കണം, ഈ സ്റ്റേജിലൊന്ന് കയറ്റി 2 വാക്കൊന്ന് സംസാരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അഖിൽ മാരാറായിട്ട് ഭയങ്കര അടുപ്പമാണ്. അവർ പറഞ്ഞിട്ട് പോലും അദ്ദേഹം കേട്ടില്ല, അദ്ദേഹം ഇറങ്ങിയില്ല. അവർ പറഞ്ഞതിന് ശേഷം ഞാനും പറഞ്ഞു, ഞങ്ങൾ 2 പേര് പറഞ്ഞിട്ട് പോലും. എന്താ അഖിൽ എന്താ അന്നേരം പറയുന്നത്? പുള്ളി പറയുന്നത് വെച്ചാൽ പുള്ളിയുടെ പിന്നെ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മൊത്തം ഏതൊരു കമ്പനി ഏറ്റെടുത്തിരിക്കുകയാണ്. അവർ പറഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തിന് അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. പരസ്യമാണ്. പുള്ളി അങ്ങനെ പറഞ്ഞാൽ കാര്യം ആ കട ഈ ഇദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം അങ്ങോട്ട് കയറി നിൽക്കുമ്പോഴത്തേക്ക് ക്യാമറ മൊത്തം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കട ഇത് വരും. അതുകൊണ്ടായിരിക്കും അതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊക്കെ ഒരു പരസ്യ കമ്പനി അങ്ങനെ ഒരു സ്വീകരണമില്ലേ, അല്ലാതെ കടയുടെ പരസ്യം ചെയ്യാൻ വേണ്ടി പോകില്ലല്ലോ. അതെ, ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആ കടയുടെ പരസ്യത്തിൻ്റെ ഷൂട്ടിങ്ങിന് ചെല്ലുമല്ലോ. ഒരു സ്വീകരണം, ഒരാൾ വിന്നറായിട്ട് വരുമ്പോഴത്തേക്ക് പല ആൾക്കാരെ സ്വീകരിക്കും. അതെ, അതാൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യങ്ങൾ. ആ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഒരു പരസ്യ കമ്പനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് അവനിറങ്ങി അവിടെ നിൽക്കാവുന്നതേ ഉള്ളൂ ഉറപ്പായിട്ടും. അല്ല, ഇതിനൊക്കെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അവൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അവൻ വിളിക്കുന്ന ഞങ്ങൾ 2 ക്രിക്കറ്റ് മാറ്റ്സ് ആണ്, എനിക്കറിയാം. അപ്പം നിങ്ങളും അവൻ ഹാരിയർ എടുത്ത സമയത്ത് നിങ്ങൾ നമ്മുടെ ഇവിടെ TV ജംഗ്ഷൻ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ എടുത്തത്. അതിനുശേഷം ഇറങ്ങിയതിന് ശേഷം ഇൻ്റർവ്യൂ തന്നിട്ടുണ്ടോ? ഇറങ്ങിയതിന് ശേഷം തിരിച്ചു നോക്കിയിട്ടില്ല. ചുമ്മാ പുള്ളി വന്നിട്ടില്ല. ഇറങ്ങിയ ശേഷം പുള്ളി വന്നിട്ടില്ല. എന്താ ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. പുള്ളി അവോയ്ഡ് ചെയ്യണം. ഞാൻ ഒന്നാമത്തെ കാര്യം, പുള്ളിയെ പിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റൂല. കാര്യം പുള്ളി ഈ വലിയ ആളെ ഈ സെലിബ്രിറ്റി ആയ ശേഷം പുള്ളിയെ എല്ലാം വേറെ ആളെ കേൾപ്പിച്ചു. പുള്ളിയുടെ ഫോണിൽ എടുക്കുന്ന മറ്റൊരാളാണ്. ഞാൻ അനുഭവസ്ഥനാണ്, എനിക്കറിയാം. അതെ. അല്ല അണ്ണാ, ഈ ഒരു 3-4 ദിവസം മുമ്പ്, ഒരു 4-5 ദിവസം മുമ്പ് ഒരു വലിയ ഷോപ്പിൻ്റെ ഇനാഗ്രേഷന് വലിയ ഫംഗ്ഷൻ നടന്നു. ഞാൻ ലൈവായിട്ട് കണ്ടൊരു കാര്യമാണ് ചോദിക്കുന്നത്. അത് എനിക്കത് ഫീൽ ചെയ്തു. നിങ്ങൾ ബാക്കിലിരിക്കുന്നു, VIP ആ റോളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ റോളിൽ തന്നെ ഇരുന്നിട്ട് അവൻ ഫ്രണ്ട് ഇരിക്കുന്നു, നിങ്ങൾ ബാക്കിലിരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ മിണ്ടാഞ്ഞത്? അതെന്തുവാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കാര്യം അദ്ദേഹം വലിയ സെലിബ്രിറ്റി നിൽക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ അത്രയും ഇതായിട്ട് നിൽക്കുമ്പോൾ പഴയൊരു കൂട്ടുകാരനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് സിഗ്നൽ എടുത്ത് കാണിക്കുക എന്നുള്ളത് അതിൻ്റെ മര്യാദയാണ്. അപ്പോൾ അത് ചെയ്യാൻ കണ്ടായിരുന്നു. ഞാൻ പിന്നെ അദ്ദേഹം മര്യാദ നമ്മൾ രസകരമായിട്ടൊരു കാര്യമാണ് ഞാൻ പറയാം. പുള്ളിയുടെ മകൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കൂടിയതാണ്. അപ്പോൾ ഞാൻ നിൽക്കുമ്പോഴാണ് ബർത്ത്ഡേക്ക് മുന്നേ അഖിൽ മാരാറിനെ വിളിച്ചൊരു സംഭവം ഉണ്ട്. അത് ഭയങ്കര കോമഡിയാണ്. അതൊന്ന് പറയാമോ? അതൊരു തമാശയായിട്ട് എടുത്താൽ മതി എല്ലാവരും. ഞാൻ എൻ്റെ ഒരു ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് എൻ്റെ ഇളയ മകനാണ്. അപ്പോൾ എൻ്റെ ഇളയ മകൻ ജനിച്ചതിന് ശേഷമാണ് അത്യാവശ്യം നമുക്ക് ജീവിതത്തിൽ കുറച്ച് സൗഭാഗ്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇളയ മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനത് നല്ല രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടൗണിൽ തന്നെ ഒരു ഹാള് ബുക്ക് ചെയ്തു. ശീതീകരിച്ച് നല്ല ഒരു എക്സിക്യൂട്ടീവ് ഹാൾ തന്നെ ബുക്ക് ചെയ്തു. അവിടെ എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളൊക്കെ വിളിച്ചു. അതിൽ പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളെ ഗതാഗത വകുപ്പ് ഗണേഷ് സാറിൻ്റെ ഭാര്യ ബിന്ദു ചേച്ചി, ഇവരൊക്കെ ഞങ്ങളുടെ വലിയ അടുപ്പമാണ്. അതേപോലെ കുറച്ച് ഹരി പത്തനാപുരം, നമ്മളെ സതീഷ് വട്ടിക്കവല, അതേപോലെയൊക്കെ ഉള്ള കുറച്ച് അറിയപ്പെടുന്ന നമ്മളെ നാട്ടിലെ സുഹൃത്തുക്കളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഫംഗ്ഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മളെ സുഹൃത്ത് നിലയിൽ അഖിൽ മാരാറിനെ വിളിച്ചു.
നമ്മുടെ നാട്ടുകാരുടെ കൂട്ടുകാരാണല്ലോ. ഇപ്പം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ഇതായി, ഇപ്പം തിരക്കൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചു, അളിയ ഇതല്ല എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, ഇന്ന ദിവസമാണ്, അപ്പം ജസ്റ്റ് അളിയൊന്ന് വരണം, ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പോൾ അളിയൂടെ വന്നാൽ ഒരു കളർഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എടുത്ത വായിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാൻ സ്വകാര്യ ഫങ്ഷൻസ് ഒന്നും ആക്ച്വലി ഞാൻ അങ്ങനെ പോകാറില്ല. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ അങ്ങനെ എടുത്ത് കൊടുക്കാറില്ല. ചില ആൾക്കാർ വീഡിയോ ഒക്കെ ആവശ്യപ്പെടും. ജസ്റ്റ് വേണമെങ്കിൽ ഞാനൊരു വോയിസ് ഇടാം, ആ വോയിസ് അവിടെ ഒന്ന് പ്ലേ ചെയ്തോളൂ. വാട്സപ്പിലോ? വാട്സപ്പിൽ ഒരു വോയിസ് ഇടാം, അതിന് ആശംസ, അത് പ്ലേ ചെയ്തോളൂ, വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്തോളൂ. സത്യം പറഞ്ഞാൽ എനിക്കത് കേട്ടണം ചിരിക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഒരു സുഹൃത്ത്, എടാ പോടാ വാടാ പോടാ ബന്ധമുള്ള ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ നമ്മൾ സെലിബ്രിറ്റി എന്ന നിലയിൽ വിളിക്കുമല്ലോ, ഒരു സുഹൃത്തിനെ എടാ പോടാ തോളെ കേട്ടത് അത്ര ബന്ധമുള്ള പാസ്റ്റ് ഒന്നും ഓർക്കാതെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അല്ല, ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നമ്മളെ കൂടെ പഠിച്ച ഒരാള്, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരാൾ ജഡ്ജി ആയതുകൊണ്ട് അവരെ പോയി നമുക്ക് സാറെ വിളിക്കാൻ വിളിക്കാൻ പറ്റത്തില്ല. റെസ്പെക്ട് കൊടുക്കും, പക്ഷെ സാറൊന്നും വിളിക്കാൻ പറ്റത്തില്ല. പറ്റൂ? ഇല്ല. അല്ല, ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെയും ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ അറിയിക്കുക? ഇതൊക്കെ അറിയിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഖിൽമാരാണ്, എൻ്റെയും സുഹൃത്ത് തന്നെയാണ്. അവൻ നന്നാവട്ടെ, രക്ഷപ്പെടട്ടെ, നമുക്കെല്ലാം സന്തോഷമുള്ളൂ. പക്ഷേ ഇങ്ങനെ ഇവരോടൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ, ഞാനും പലവട്ടം ഇൻ്റർവ്യൂവിനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് മാനേജേഴ്സാണ് എടുത്തത്, എൻ്റെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്.